ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ്, എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ്. അപ്പോൾ എന്നെ കാണാനായിട്ട് ഒരു സബ്സ്ക്രൈബർ ഗുരുവായൂരിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് നമ്മുടെ ബിസിനസ്സൊക്കെ എങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നതെന്നൊക്കെ അറിയാനായിട്ട് നേരിൽ കാണണം, എന്നെ കണ്ട് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വന്നതാണ്. അപ്പോൾ ആളിവിടെ ഉണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ശൈലജ താത്ത, ഗുരുവായൂരിന്ന് എന്നെ കാണാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ താത്താക്ക് ഇതിന് ഓൾറെഡി ഒരു ചെറിയൊരു ബിസിനസ് ഉണ്ട്, ചമ്മന്തിപ്പൊടി അല്ലേ? എന്തൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത്? ഷാർക്കിന്റെ ചമ്മന്തിപ്പൊടി, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ഉണക്കമ്മി. ഓ, ഷാർക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ്. ശരി, ഷാർക്കിന്റെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി, പിന്നെ ഉണക്കമീൻ്റെ വേറെ ഉണക്കമീൻ, പിന്നെ തൊലിയുടെ മാന്തളിലേക്ക് ചമ്മന്തിപ്പൊടി. അതൊക്കെ എങ്ങനെ വറുത്തിട്ടാണോ ചെയ്യുന്നത്? ഷാർക്ക് കുറച്ച് കഴുകി പിന്നെ വറുത്ത് സെയിലുണ്ടോ? കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അതെ. അപ്പോൾ ഓൾറെഡി ഒരു ചെറിയൊരു ബിസിനസ്സുള്ള ആളാണ്, അത്യാവശ്യം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കണ്ടിട്ട് ഇങ്ങനെ കുറച്ച് ഇതും കൂടെ അഡീഷണലായിട്ട് ആഡ് ചെയ്ത് ബിസിനസ്സിലോട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഡീറ്റെയിൽസൊക്കെ ഡയറക്റ്റ് കണ്ടറിഞ്ഞ് ചെയ്യാനും വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ കാർഡൊക്കെ വാങ്ങിക്കണം, കാർഡ് അടിക്കണം. അപ്പോൾ താത്താക്ക് നമ്മുടെ കാർഡ്, ലേബല്, പിന്നെ ബോർഡ് എല്ലാം ഞാൻ സാമ്പിളിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ വേണോ, ഈ ഷീറ്റ് വേണോ? അതുണ്ട്. ഇത് നമ്മുടെ കവറിനകത്തിടുന്ന ലേബലാണ്. അതുപോലെ വലിയ ബോർഡിൽ അടിക്കുന്നതും, ഇത് നമ്മൾ കാക്കിലൊക്കെ 200 ഗ്രാം ഒക്കെ പാക്ക് ഇതുപോലെ ചെറിയ പാക്കറ്റുകൾ ചെയ്ത് കൊടുക്കണതിൽ മേളിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറാണിത്. അപ്പോൾ താത്താക്ക് ഇതാ ചെയ്ത് കൊടുത്തിരിക്കുന്ന സ്റ്റിക്കർ കണ്ടോ, അറിയാൻ പോലും പറ്റുന്നില്ല എന്താ പേര്, എന്താ ഡിസൈൻ, പടം ഒന്നും ക്ലിയറായി അറിയാൻ പറ്റാത്തൊരു സ്റ്റിക്കറാണ് കേട്ടോ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മോഡലിനായിട്ട് ഞാൻ എൻ്റെ സ്റ്റിക്കർ താത്താക്ക് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്, കൊണ്ടുപോയി നോക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ബോർഡ്, വലിയ ബോർഡ്, അതുപോലെ സ്റ്റിക്കർ, അപ്പോൾ ഇനി ചെറിയ ബോർഡ് തരാം. എല്ലാം തന്നെ മോഡലിനായിട്ട് ഒരെണ്ണം സാമ്പിളിന് കൊടുക്കാം കേട്ടോ. ഇതുകൂടാതെ താത്താക്ക് കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു പനിയും സ്വരമടപ്പും തൊണ്ട ചൊറിച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടിലൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. അങ്ങനെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും താത്താക്ക് അത്യാവശ്യമുള്ള എല്ലാം പറഞ്ഞു കൊടുത്തു. പെരുന്നാളായിട്ട് ഞാൻ കൊല്ലത്തായിരുന്നു, ഇക്കാടെ നാട്ടിൽ പെരുന്നാൾ കൂടാനായിട്ട് പോയതാണ്. അപ്പോൾ കൊല്ലത്ത് നിന്നപ്പോഴേ ശൈലജ താത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഞാൻ കൊല്ലത്താണ്, ഞാൻ നാട്ടിൽ വന്നിട്ട് കോണ്ടാക്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു എന്നെ നേരിൽ കാണണമെന്ന്. അപ്പോൾ കുറേ പേരെങ്കിലും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനും മാത്രമല്ല എൻ്റെ അടുത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിയാനും വേണ്ടി വരുന്നവരുണ്ട് കേട്ടോ. ഏറ്റവും താഴെ പറഞ്ഞാൽ അത് ഇങ്ങനെ വെച്ച് അടിക്കണം. വേണ്ടേ അടിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. സെൻറ്ററിൽ വെച്ച് അടിച്ചു, പിന്നെ സൈഡിലും കൂടെ ഒന്ന് ബാലൻസ് ആയിട്ട് ഷേക്ക് ആവാതിരിക്കാൻ വേണ്ടി അടിക്കുന്നതാണ്. നമ്മൾ ഇത് ബാഗിലൊക്കെ വെച്ചുകൊണ്ട് പോകുമ്പോഴേ മൊത്തത്തിൽ അങ്ങ് ചെരിഞ്ഞിതായി പോകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 1/2 ഇഞ്ച് മേളിലോട്ട് കയറ്റി വെച്ചു. താഴത്തെ കവറിൽ കട്ടരുത്, സെൻറ്ററിലായിട്ട് അടിക്കുക. ഇപ്പോൾ 2 എണ്ണമായി. ഇതേ കണക്ക് തന്നെ മേളിലോട്ട് 10 എണ്ണം വരുന്ന വരെ അടിക്കണം. നമ്മൾ അടിച്ചടിച്ച് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ആ ഒരു ലെവല് കറക്റ്റ് അളവായിരിക്കും നമുക്ക്. നിങ്ങൾ അടിക്കുമ്പോൾ അടിയത്തെ കവറിൽ ചേർത്ത് അടിക്കാതിരിക്കുക. കാരണം ഞാൻ അടിക്കണൊക്കെ കറക്റ്റ് ഇങ്ങനെ കണ്ട ഗ്യാപ്പുണ്ട്, എല്ലാത്തിനും ഗ്യാപ്പ് വേണം. ഇവിടെ പിള്ളേരുടെ അടുത്തൊക്കെ അടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അടിയത്തെ കവറും കൂടെ ചേർത്ത് അടിച്ചു. അവർക്കൊരു അളവ് കറക്റ്റ് ആവാത്തതുകൊണ്ടേ നമ്മൾ ഈ മേളിലൊരു ബോർഡിൽ ഒരു ഷീറ്റ്. ഏത് ലേബല്? ഇതും ഈ ലേബലും ഒക്കെ കൂടി ചെറിയ ലേബൽ ഞാൻ സെപ്പറേറ്റ്, ഇതൊക്കെ സെപ്പറേറ്റ് അടിക്കണം. ഒരു ഷീറ്റ് 30 രൂപ. ഞാൻ 5 ഷീറ്റൊക്കെയാണ് അടിക്കല്, 5ഓ 10ഓ. നിറയെ ഓർഡർ വരുമ്പോൾ 10 ഷീറ്റ് അടിക്കും. ഇത് മാത്രമേ അടിച്ചു വെക്കാറുള്ളൂ. അത് മാത്രമാണ് കൂടുതൽ അടിച്ചു വെക്കൽ. ഇത് നമുക്ക് സാധനം കൊടുത്തിട്ട് തീരുമ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ബോർഡ്, സ്റ്റിക്കർ എല്ലാം മേടിച്ചുകൊണ്ടാണ് വരുന്നത്.
ഇനി ഇതിൽ ഹോൾ ഇടണം, മൂല് വെക്കണം. ഇതാണ് ഹോള് പഞ്ച് ചെയ്യണ മെഷീൻ. ഇതാണ് ജസ്റ്റ് ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ ഹോൾ ഇടുക, 2 ഹോള് സെൻറ്ററിലായിട്ട്. ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാത്ത കണക്ക്. എവിടെ ആയാലും ഒരു ആണിയിലോ കമ്പിയിലൊക്കെ കൊളുത്തി ഇടുമ്പോൾ അവർക്ക് ഇങ്ങനെ തൂക്കിയിടാൻ പറ്റും. ഇതെല്ലാം 10 രൂപയുടെ സാധനങ്ങളാണ്. ഈ ബോർഡ് നമുക്ക് പ്രസ് ചെയ്ത് വാങ്ങിക്കാൻ കിട്ടും. പ്രസ്സിലല്ല, ഇത് പേപ്പർ ഹൗസിലാണ് കിട്ടുക. മുകളിലും ഇനി ഇങ്ങനെ സൈഡിലോട്ട് ചെരിഞ്ഞ് പോകത്തില്ല, ഉണ്ടാകും. അല്ലാതെ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് ഇങ്ങനെ ഒലഞ്ഞ് എല്ലാം കൂടെ ഇങ്ങ് വെളിയിലോട്ട് ചാടി. ഇതിപ്പോൾ ഇതാ ഇങ്ങനെ പിടിച്ചാലും ചാടുന്നില്ല, ഉണ്ടാകും. മേളിൽ താഴെയും 2 എണ്ണം അടിച്ചിട്ട് ബാക്കിയെല്ലാം സെൻറ്ററിലായിട്ട് ഓരോന്ന് അടിച്ചു കൊടുത്താൽ മതി. 1 2 3 4 5 6 7 8 9 10 ഒരു ബോർഡായി. നമ്മളിത് 65 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഒരു 100 രൂപയ്ക്ക് കിട്ടും. നമുക്ക് അതിക്ക് 35 രൂപയും കിട്ടും. നമുക്ക് 1 കിലോ പോകുമ്പോഴാണ് നമ്മുടെ ലാഭം വരുന്നത്. ഇത് എത്ര രൂപയ്ക്കാണ് നമ്മൾ എടുക്കുന്നത്, നമ്മുടെ റേറ്റിനനുസരിച്ചുള്ള ലാഭമായിരിക്കും നമുക്ക് വരും. എനിക്കിത് 135 രൂപയ്ക്കാണ് കിട്ടുന്നത്. നമ്മൾ 3 ബോർഡ് 195 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ താത്ത എന്നെയും കൊണ്ട് മേലാമുറി പോവാണ്. നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ താത്താക്ക് വണ്ടിയിലിരിക്കാൻ പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ ആള് ബസ് കയറി വെക്കോളാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കടയിൽ സാധനങ്ങൾ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ശൈലജ താത്താക്ക് വണ്ടിയിലിരിക്കാൻ പേടിയാന്ന് പറഞ്ഞു. നമ്മൾ വിട്ടു കൊടുക്കുമോ? ഞാൻ വണ്ടിയിൽ പയ്യെ കയറ്റി എങ്ങനെയാണെങ്കിലും മേലാമുറി കൊണ്ടുപോയി. പോകുന്ന വഴിക്ക് നമ്മൾ പമ്പിൽ കയറിയായിരുന്നു. അപ്പോൾ പമ്പിലെ ചേച്ചിമാരൊക്കെ ധാരാന്ന് ചോദിച്ച് ഞാൻ എൻ്റെ സബ്സ്ക്രൈബറാന്ന് പറഞ്ഞപ്പം അപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലേ യൂട്യൂബിനകത്ത്, അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ മേലാമുറി പോയി ഞാൻ ഒരുവിധ സാധനങ്ങളെല്ലാം മേടിച്ച് കൊടുത്ത് കണ്ട താത്ത പോവുകയാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.